ഹലോ, അപ്പോൾ എല്ലാവർക്കും ES വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകിട്ടത്തെ ചായക്ക് എന്താ പരിപാടി? നമുക്ക് പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കി നോക്കാം. അതിനായിട്ട് ഞാനൊരു 6-7 വലിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ അതിനെ നടു ചീന്തി ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പഴംപൊരിനെക്കാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മളെ വീട്ടിലുണ്ടാക്കണം കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണ പഴംപൊരി നല്ല പഴുത്ത പഴം കൊണ്ട് നല്ല മധുരവും ഒക്കെ ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വലിയ പഴുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മൾ പറയാൻ വിട്ട് ആദ്യമായിട്ട് ഞാൻ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തത്. പിന്നെ മൈദപ്പൊടി ആവശ്യത്തിൽ കൂടുതൽ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് അഡ്ജസ്റ്റബിളായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ ഈ മാവിനെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ മാവ് ഒരു ലൂസ് ഏകദേശം ഇതുപോലെ ഈ ഒരു ലൂസായിട്ടുള്ള ഒരു ഇതിലേക്ക് വരണം. ഇനിയില്ലേ ഞാൻ കുറച്ചൊരല്പം പേരിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കണ്ട ഇതുപോലെയാണ് നമ്മുടെ മാവ് വേണ്ടത്. അപ്പം ആവശ്യത്തിന് മൈദപ്പൊടി കുറച്ചൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ എനിക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് നമ്മൾ പഴമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചീഞ്ചട്ടി ഇവിടെ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പഴത്തിന് ഓരോന്നായിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ പഴവും ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. പിന്നെ അധികം വലിയ പഴംപൊരി ഒന്നുമല്ല കേട്ടോ. ഇതേ ഞാൻ ആദ്യം പറഞ്ഞില്ല, ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ പഴം അരിഞ്ഞത്. എനിക്ക് പഴംപൊരി കടയത്തെ പഴംപൊരി എനിക്ക് ഇഷ്ടമേ അല്ല. കാരണം എനിക്കാണെങ്കിൽ സ്വതവേ നമുക്ക് അറിയാം ബാക്കി എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്. പക്ഷേ പഴംപൊരി നമ്മളെന്താ വലിയൊരു മധുരമൊന്നും ഉണ്ടാവില്ല, അധികം പഴുത്ത പഴമൊന്നും ആവില്ല. എനിക്ക് എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരിനോട് തന്നെയാണ് ഭയങ്കര ഇഷ്ടം. കാരണം വീട്ടിലുണ്ടാക്കുന്ന പ്രത്യേക ടേസ്റ്റാണ്. നല്ല പഴുത്ത പഴവും നല്ല മധുരമൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് തിന്നാൻ. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ പഴംപൊരീൻ്റെ ഒരു ഭാഗമൊക്കെ ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊക്കെ ഒന്ന് മറച്ചിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം വെന്ത് ഇതിനൊക്കെ ഒന്ന് മറച്ചിടുന്നുണ്ട്. പിന്നെ പറയാൻ വിട്ടിട്ടോ, നമ്മൾ മൈദപ്പൊടി കുറവായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്തത്. നിങ്ങൾക്ക് മൈദപ്പൊടി കൂടുതലുണ്ടെങ്കിൽ അത് മാത്രം വെച്ച് ചെയ്തെടുക്കാം കേട്ടോ പഴംപൊരി. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് ഓരോന്ന് ഇനി വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ കാണുമ്പം തന്നെ നമുക്ക് തിന്നാൻ തോന്നില്ലേ? നല്ല ടേസ്റ്റുള്ള നല്ല രസമുള്ള പഴംപൊരി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മാവും അതിൽ ബാക്കിയുള്ള പഴങ്ങളൊക്കെ മുക്കിയിട്ട് ഇതേപോലെ നമ്മൾ എല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ചുട്ട് ഇത് ഏകദേശം നമ്മുടെ അവസാനത്തെ പഴമാണ്, നമ്മൾ പഴംപൊരിയാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി മുഴുവനായിട്ട് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നന്ദൂസാണ് കേട്ടോ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. നമ്മൾ നന്ദൂസിനോട് ചോദിച്ചു നോക്കാം എന്തുണ്ട് അഭിപ്രായം എന്ന്. എങ്ങനെ
അടിപൊളിയാ? നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ രുചികരമായ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. ഞങ്ങളെല്ലാവരും കഴിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.